സോ 15 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് നടക്കാൻ. എന്തായാലും ഇനി 15 മിനിറ്റ്സ് ഇല്ല, 10 മിനിറ്റ്സിൽ വരും തോന്നുന്നു. നമുക്ക് നടക്കാം. ഇതാക്കാണ് എന്താണ് ട്രാം സ്റ്റേഷൻ. സോ ലെറ്റ്സ് ജസ്റ്റ് ഗോ ആൻഡ് ലുക്ക് അവിടെ എന്തുണ്ടെന്ന്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആ ട്രെയിൻ കയറി, ആ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വന്നു. ആ ട്രെയിനിലാണ് നമുക്ക് തിരിച്ചു പോകാം. ആ ട്രെയിൻ ഒരു 8 മിനിറ്റിലെടുക്കും. സോ എന്തോ ഒരു സ്ഥലം, എനിക്കറിയില്ല, ഇവിടെ എന്തൊക്കെയോ ഉണ്ടാവുമായിരിക്കും കാണാൻ ചിലപ്പോൾ. നോക്കാം. ഗൈസ് കണ്ടോ, നമ്മൾ വീണ്ടും തിരിച്ച് ട്രെയിനിൽ കയറി. അത് കൂടെ പോയാൽ എന്തോ ഒരു ഹിൽ ഏരിയ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഗ്രാസ് ലാൻഡൊക്കെ കണ്ടിട്ട് ആൾക്കാർ നടക്കാനൊക്കെ പോകുന്നുണ്ട്, പിന്നെ കുറേ വണ്ടികൾ പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ തിരിച്ചു പോകാനാണ് പോണത്. അവിടെ എന്താ നമ്മളിപ്പോൾ കാണുന്നില്ല. Bitte umsteigen. Bitte links aussteigen. ബസ് എടുത്തിട്ട് വേണം നമുക്ക് ഇനി ഇവിടുന്ന് പോർഷെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വരെ പോകും. കാരണം ഉള്ളിലേക്ക് എന്തായാലും കാണാൻ പറ്റില്ല. പുറത്തു നിന്ന് വെറുതെ ഫോട്ടോ എടുക്കാൻ ചോദിച്ചു. ആ ബാക്കിൽ കാണുന്ന അത് കണ്ടോ, ആ കൂടാരമാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. 1:52 ബസ്. ഒരു 5 മിനിറ്റ്സ് കൂടി ഉണ്ട്. ശരിക്കും 17 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങേണ്ട ഞാനായിരുന്നു. പക്ഷെ ഞാൻ പോണ വഴിക്ക് ഭയങ്കര മോളിൽ നിന്ന് കാണാൻ പറ്റുന്നൊരു ഫീൽഡിലുള്ള ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. അടുത്ത ബസ് പിടിച്ച് പോകാമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ കാണാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ ആയിട്ടൊരു സ്കൈ ലോഞ്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കി ഏകദേശം ഈ സിറ്റിയുടെ മുഴുവനായിട്ടുള്ളൊരു വ്യൂ കാണാനുണ്ട്. ഉണ്ടോ? Wow. Happy Christmas. Wow. So എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു പാട്ട് പാടിയാലോ? പാടണമെങ്കിൽ പാടാം അല്ലേ? ലാ 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 ലാ. വേണ്ട, അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്. അത് ഞാൻ പഠിച്ചിട്ടുണ്ടാവും, പാടാം. அந்த அறிவிப்போல் அந்த சுடுவாடே தும்மிடிடி 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 ஆயுசு 100ஆக என்னுயிர் உன்னோடு பத்திர சொத்தாக. അയ്യോ, ഇങ്ങനെയല്ല പാടുക, ബാക്കിയുള്ള എനിക്കറിയില്ല. അമ്മേ, നേരത്തെ മറ്റേ ആ ഇൻസ്റ്റ ട്രെൻഡിങ് സോങ് പാടിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഞാൻ എൻ്റെ മനസ്സിനെ ചോദ്യം ചെയ്തോ എന്നൊരു സംശയം. അയ്യോ, നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു മഹാത്മാഗാന്ധി സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. അത് കൊള്ളാം. മഹാത്മാഗാന്ധി 1869 to 1948. ഓ, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നെയിമിലൊരു സ്ട്രീറ്റ്. അത് കൊള്ളാം. അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ട് അത് കണ്ടു. അപ്പം ഞാൻ എന്താ പറഞ്ഞോന്ന്, അന്താരിവിപ്പോൾ ആ പാട്ട് ഞാൻ പഠിച്ചത് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ പോയിട്ട് നോക്കിയിട്ട് ലിറിക്സ് നോക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പാടാം. അന്ത അറിവിപ്പോൾ അൻപു തരുവാതി ചിന്ന തരുവാടി തിന്ന. അയ്യോ, മറന്നു. ഒന്നും കൂടി പഠിച്ചിട്ട് വരാം. ഒരു മഹാത്മാഗാന്ധി സ്ട്രാസേ. അത് കൊള്ളാം. സോ മേ ബി ഇവിടെ ഇന്ത്യൻസ് ഉണ്ടാവുമായിരിക്കും അല്ലേ? ഉണ്ടാവുമായിരിക്കും. ഇനി കുറച്ചുകൂടി നടന്നാൽ നമുക്ക് ബസ് സ്റ്റോപ്പ് എത്തി. ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നിട്ട് യൂട്യൂബിൽ നോക്കി പാട്ട് പഠിച്ചിട്ട് ഞാനൊന്ന് പ്രൊഫഷണൽ സിംഗറായിട്ട് വരാം പാടാൻ.
നമ്മുടെ ബസ്സിന് വരാൻ നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട്? 11 മിനിറ്റ് ഉണ്ട്. ആ 11 മിനിറ്റിൽ നമുക്ക് പാട്ട് പഠിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കാം. ഇനി ബസ് വരാൻ എത്ര നേരം ഉണ്ട്? കണ്ണ് വയ്ക്കാത്തതുകൊണ്ട് കാണാനില്ല. 6 മിനിറ്റാന്ന് തോന്നുന്നു. അപ്പോൾ ഈ പാട്ട് ഞാൻ മുമ്പ് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ഒരാൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പാടി നോക്കാം. അന്ത അരുവിപ്പോൾ അൻപു തരുവാലേ ചിന്ന വീണ്ടും മറന്നു. ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് വരാം. ബസ് സ്റ്റോപ്പിൽ അപ്പോൾ ഒരു അപ്പാപ്പൻ വന്നു. ഞാൻ ഈ അപ്പാപ്പനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാറി നിന്നിട്ട് പാടാമെന്ന് വിചാരിച്ചു. அந்த அறிவிப்போல் அன்பு தருவாலை சின்ன அறிவிப்பும் இன்று சுடுவாலை நீயும் தும்மிடி ஆயுசு 100ஆக என் உயிர் உன்னோடு பத்திர சொத்தாக ஏன் பார்வை உன்னோடு உன் பொம்மை கண்ணோடு பேசாமல் விண்ணோடு நாம் இதந்து പോവോം പിന്നെ എനിക്ക് കിട്ടില്ല ഗൈസ്. അപ്പോൾ കണ്ടോ, ഇതിലിനി 6 മിനിറ്റാണ് കാണിക്കണത്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് കൊണ്ട് പാട്ട് പഠിച്ച് ഇത്ര വട്ടം ചെയ്തെന്നാണോ ഇവർ പറയുന്നത്? ഈ മിഷീനിൽ എന്തോ തെറ്റുണ്ട്. ബസ് വരാൻ നേരം വൈകിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റ് ഒന്നല്ല, ഒരു 10 മിനിറ്റോളം എടുത്തു തോന്നുന്നു. എന്നാലും ഞാൻ പാടിയില്ലേ. എന്താ നമുക്കിതേ കാണാൻ പറ്റൂ കേട്ടോ പുറത്തുനിന്ന്. ഇതാണ് നമ്മുടെ പോർഷ് മ്യൂസിയം. അവിടെ കണ്ടോ 365 ഡിഗ്രിയിൽ ഇത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഇവിടെ ഒരു കുട്ടി എന്നിട്ട് റീൽ എടുക്കണ്ടേ ഗായ്സ്. അപ്പോൾ ഇതാണ് പോർഷ് മ്യൂസിയം. വാവ്. ഉള്ളിലേക്ക് എന്തായാലും നമുക്ക് കയറാൻ പറ്റില്ല. ഉള്ളിലേക്ക് കയറാൻ എത്രയോ 11 യൂറോയോ സംതിങ് ആണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അല്ലെങ്കിലും ഇല്ല. പിന്നെ നാളെ മറ്റൊന്ന് ക്രിസ്മസ് മുടക്കാണ്. സ്റ്റുഡൻസിന് എന്തോ ഓഫറൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ കയറാൻ. സംഭവം കാണാൻ അടിപൊളിയുണ്ട് ഇല്ലേ. 180 ഡിഗ്രീസിൽ വെച്ചേക്കാണ് 3 കാറുകൾ. വാവ്. ഇതാണ് ആ മ്യൂസിയം. കറക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. പറ്റുകയാണെങ്കിൽ ഒരു ഇത്തിരി ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. ആ സൈഡിൽ നിന്നുള്ള വ്യൂ കൂടി ഒന്ന് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറപ്പോൾ സമയമല്ല കയറാൻ പറ്റില്ല. നമ്മുടെ പിന്നില്ല 3 കാറ് കാണുന്നില്ലേ. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് ഇങ്ങനെ എത്തി. ഹായ് കൊള്ളാലേ. വാവ്. ഇതാണപ്പോൾ പോർഷ് മ്യൂസിയം. ഇതും ഒരു അട്രാക്ഷനാണ്. ഇനിയിപ്പോൾ എന്തായാലും കയറാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോകാം. അപ്പോൾ കണ്ടോ, അവിടെ ഒരു കാർ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഏതാണെന്ന് നോക്കാം. അതിൻ്റെ ബാക്കിലായിട്ട് 3 കാർ അത് നിൽക്കണ നല്ല രസമുണ്ട് അല്ലേ. വാവ്. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് SBM വന്നിട്ട് ഇറങ്ങാം. അപ്പോൾ കുറച്ച് നടക്കാനുള്ളൂ. അവിടെ നിന്നാണെങ്കിൽ ബസ്. ഓക്കെ. അടിപൊളി പോർഷ്. അതിൻ്റെ ഉള്ളവരെ ഗിഫ്റ്റൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം. എൻ്റെ ഉള്ളിലേക്ക് എന്തായാലും കയറാൻ പറ്റില്ലായിരിക്കും. നമുക്ക് ജനലിലേക്ക് കൂടെ വല്ലതും നടക്കുമോ നോക്കാം. കാണാൻ ഇല്ല ഗൈസ്, ജനലിലേക്ക് കൂടെ ഒന്നും നടക്കൂല. മുകളിലാന്ന് തോന്നുന്നു കാറുകളൊക്കെ. അപ്പോൾ ടുഡേ ഈസ് December 25th. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ശരി, ഞാൻ തിരിച്ചു പോവാണ്. 5 hour എടുക്കും. വന്ന പോലെ തന്നെ ഇനി തിരിച്ചു പോകണം കണക്ഷനൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇറ്റ് വാസ് ഗുഡ് സ്പെൻഡിങ് അലോൺ. അപ്പോൾ ഓക്കെ, ബൈ. ദാറ്റ് ഈസ് മൈ end of hostel. Bye guys.